നമസ്കാരം. നമസ്കാരം. ഈ അടുത്ത കാലത്ത് വലിയൊരു നിയമപരമായൊരു തീർപ്പ് നമ്മൾ കണ്ടു. പറഞ്ഞു വരുന്നത് കിഴക്കമ്പലം മലയിടം തുരുത്തിൽ പര്യത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന 7 ദളിത് കുടുംബങ്ങളെ കുടിയിറക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വരെ ഉത്തരവുണ്ടായി. അഭിഭാഷക കമ്മീഷൻ അവരെ കുടിയിറക്കുന്നതിന് വേണ്ടി ചെന്നു. പിന്നീടുണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. കഴിഞ്ഞ 60 വർഷം, അതായത് 6 പതിറ്റാണ്ടിലേറെ കാലമായി അവിടെ നിലനിൽക്കുന്നൊരു പ്രശ്നം. 14 തവണയാണ് അവിടെ അഭിഭാഷക കമ്മീഷൻ ഇവരെ കുടിയിറക്കാൻ വേണ്ടി വന്നത്. അതെനിക്ക് തോന്നുന്നു ആദ്യം 2023 സെപ്റ്റംബർ 7-ാം തീയതിയാണ് ആദ്യത്തെ ഒരു കുടിയിറക്കൽ ഭീഷണി വരുന്നത്. പിന്നീടത് ആളുകൾക്ക് ഇടപെട്ടിട്ട് മാറുന്നു. പിന്നീട് 14 തവണ. ഈ കഴിഞ്ഞ തവണ വന്നത് മെയ് 20-ാം തീയതിയാണ്. അതായത് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ പര്യത്തുകാവ് ഉന്നതിയിൽ ഈ 7 ദളിത് കുടുംബങ്ങളെ കുടിയിറക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അഭിഭാഷക കമ്മീഷൻ അങ്ങോട്ട് വന്നത്. അവിടെ സ്ത്രീകളടക്കം വന്ന് കമ്മീഷൻ്റെ മുന്നിൽ നടത്തിയ വൈകാരികമായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞങ്ങൾ ഇവിടുന്ന് കുടിയിറങ്ങില്ല, ഒന്നുകിൽ ഞങ്ങളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. അവിടെ യഥാർത്ഥ പ്രശ്നം ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ ഏക്കർ കണക്കിന് ഭൂമിയിൽ പണ്ട് അവിടെ ഈ കാളൂറുമ്പൻ എന്ന് പറയുന്ന ഒരു ആള് കുടിയേറി പാർത്തതാണ്. അന്നേ മുതൽ അവിടെ തർക്കങ്ങൾ ഉയരുന്നു. പിന്നീട് ഈ ശങ്കരൻ നായരുടെ മക്കളായിട്ട് ഇത് ഏറ്റുപിടിക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ 7 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നവരെ ഇറക്കി വിടണം, അനധികൃതമായിട്ട് താമസിക്കുന്നതാണ്. ഇത് ഭൂമിയിൽ നിയമപരമായ അവകാശം ഇവർക്കാണ്, ശങ്കരൻ നായർക്കാണ് എന്നുള്ളതിലുപരി ഒരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തേണ്ട ഒരു വിഷയം മാറി മാറി വന്ന സർക്കാരുകൾക്ക് അവിടെ പാലിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പം മെയ് 20-ാം തീയതി വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഉന്നതിയിൽ കുടിയിറക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുൻ MLA ആയ CPM-ൻ്റെ ശ്രീനിജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ദളിതരെ കുടിയിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. പിറ്റേ ദിവസം മുൻ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്ന രാജീവ് അടക്കം അങ്ങോട്ട് ചെന്നു. രാജീവിൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ്, കളമശ്ശേരി മണ്ഡലത്തിന് തൊട്ടടുത്ത മണ്ഡലമാണ് ഈ കിഴക്കമ്പലം. അവിടെ ഈ ദളിതന്മാരെ, ദളിത് കുടുംബത്തിലെ കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞ് ശ്രീനിജനും രാജീവ് കൂടി വലിയ വലിയ ഷോ ഇറക്കുന്ന നമ്മളെല്ലാവരും കണ്ടു. ഇവിടെ ചോദിക്കാനുള്ളത് 10 വർഷം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിട്ട് ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരം കാണാൻ ഇവർക്ക് പറ്റിയില്ല. എന്നാൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ ഏതാണ്ട് 1 മാസം പിന്നിടുന്നതിന് മുമ്പ് അവിടെ കൃത്യമായൊരു പരിഹാരം കണ്ടിരിക്കുന്നു. ഈ 7 കുടുംബങ്ങൾക്കും, ഈ ഭൂമിയിൽ അനധികൃതമായി കുടിയേറി താമസിക്കുന്ന 7 കുടുംബങ്ങൾക്കും ആ ഭൂമിയുടെ തൊട്ട് പിന്നിലായി, ഇവർ താമസിക്കുന്നതിൻ്റെ പിന്നിലായി എല്ലാവർക്കും 5 സെൻറ്റ് സ്ഥലം വീതം കൊടുക്കും. 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീട് വെച്ച് കൊടുക്കും. സന്നദ്ധ സംഘടനകളുമായിട്ട് ആലോചിച്ച് അവരുടെ സ്പോൺസർഷിപ്പിൽ അങ്ങോട്ടേക്കുള്ള റോഡിനുള്ള വഴി ഈ സ്ഥല ഉടമ തന്നെ കൊടുക്കും. ഇങ്ങനെ ഒരു ധാരണയിൽ കളക്ടറുടെ മുമ്പിൽ വെച്ച് എല്ലാം ഒരു സെറ്റിൽമെൻറ്റായി. റോജി എം ജോണിനെയാണ് അതിന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതിനു വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. ഇത്ര സുതാര്യമായിട്ട് ആ പ്രശ്നം 2 ദിവസം കൊണ്ട് കൈകാര്യം സാധിച്ചു എന്ന് പറയുമ്പോൾ 10 വർഷക്കാലം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് അത് സാധ്യമാവാതെ പോയി, അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരിനും അത് സാധ്യമാവാതെ പോയി എന്ന് പറയുമ്പോൾ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭൂമിയുടെ നിയമപരമായ അവകാശം ശങ്കരൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് തന്നെയാണ്. പക്ഷേ അവരുടെ ഭൂമിയിൽ കുടിയേറി പാർത്തവർക്ക് നമുക്ക് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം. ഭൂമി ആരുടേതാണെന്നുള്ളത് വിഷയമാണെങ്കിൽ അത് നിയമപരമായ അവകാശമാണ്. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ എല്ലാ ആളുകൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, ആരും കുടിയിറക്കി വിടാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു സാമൂഹ്യ നീതി കൂടി അവർക്ക് നടപ്പാക്കാൻ സാധിച്ചു. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് ഭരണകൂടത്തിനും വേണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ട് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വിഷയം, സുപ്രീം കോടതി വരെ പോയി ഒരു വിഷയമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസിനെ നോക്കിക്കാണുന്നത്? ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒന്ന്, UDF സർക്കാരിനെ ഈ വിഷയത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര വലിയ എഫേർട്ട് അവരെടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം അന്ന് ഈ UDF സർക്കാർ അധികാരമേറ്റ് 3-ാമത്തെ ദിവസമാണ് ഈ സംഭവം. അന്ന് വൈകുന്നേരം ഞാൻ ചാനലിൽ നമ്മളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരമാണ് ഈ വാർത്ത വരുന്നത്. അപ്പം വലിയ തരത്തിൽ അവിടെ മന്ത്രിമാർ ഇടപെടുന്നു, മുൻ മന്ത്രിമാർ, മുൻ MLA അവിടെ വരുന്നു, അവിടെ ക്യാമ്പയിൻ ചെയ്യുന്നവർ. UDF സർക്കാർ വന്ന് 3 ദിവസം തുടങ്ങിയില്ല, അപ്പോഴേക്ക് ജനങ്ങളെ നെഞ്ചത്ത് ചവിട്ടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു, പോലീസിനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നു, പോലീസ് അക്രമം ചെയ്യുന്നു. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത്തരത്തിലായിരുന്നു CPM-ൻ്റെ പല നേതാക്കന്മാർ ആ സമയത്ത് അവിടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഇതിന് വളരെ സത്യസന്ധമായ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞാൽ അത് പോലീസ്
പോലീസിന് ചെയ്യാന്നല്ലാണ്ട് വേറെ നിവൃത്തില്ല അവിടെ. കാരണം അത് കോടതിയുടെ ഇതാണ്, ഉത്തരവാണ്. കോടതി ഉത്തരവ്, പിന്നെ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോടതി ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തു തരും, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടക്ട് ഓഫ് കോഡാവും, അത് കോടതി അലക്ഷ്യ കേസാവും. അപ്പോൾ കോടതി പറഞ്ഞ് കേട്ടില്ല എന്നുള്ള സാധനം വരും. അത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിനും. അപ്പോൾ എന്തുകൊണ്ടും അത് പോലീസ് ചെയ്യാനുള്ളത് അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ സാധനം അറിയുന്നതും അദ്ദേഹം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അവിടുത്തെ നേതാക്കന്മാരെ വിളിക്കുന്നു, അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്മാരായിട്ട് സാധനം ചർച്ച ചെയ്യുന്നു, അവിടുത്തെ വേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മന്ത്രിയെ തന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു, എല്ലാ കാര്യങ്ങളും അവിടുത്തെ A to Z കാര്യങ്ങൾ മൊത്തം കാര്യങ്ങളും സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക മന്ത്രിയെ തന്നെ അങ്ങോട്ട് ഡിപ്പോയിറ്റ് ചെയ്യുന്നു. അദ്ദേഹമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നേതാക്കന്മാരോട് സംസാരിക്കുന്നു, അവിടുത്തെ വീട്ടിലെ ഉടമസ്ഥരോട്, സ്ഥലത്തിൻ്റെ ഉടമസ്ഥരോട് എല്ലാവരും ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വിളിച്ച് സംസാരിക്കുന്നു, ഒരു മേശൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുത്തി സംസാരിക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ താനാണ് എല്ലാം, താൻ പറഞ്ഞതോട്ട് അപ്പുറത്തോട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. രണ്ട് കൂട്ടിൽ അപ്പുറത്തും ഇപ്പുറത്ത്. പിണറായി വിജയൻ, എനിക്ക് സാറ് പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമായ കാര്യം, 10 വർഷം ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് വെറും 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് UDF സർക്കാർ ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിപ്പം ഈ പറഞ്ഞ പോലെ സതീശൻ സർക്കാർ എന്ന് പറയണം. കാരണം ഈ 10 വർഷമായിട്ടുള്ള പിണറായി വിജയൻ, അതിന് മുമ്പ് ഈ പറയപ്പെട്ട പോലെ UDF ഉം LDF ഉം 5 വർഷം മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സതീശന്റെ സർക്കാർ വെറും ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 3 ആഴ്ച. നമ്മളിതിൽ കക്ഷി രാഷ്ട്രീയം കാണുന്നില്ല. കാരണം 60 കൊല്ലമായിട്ട് നിലവിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇടതും വലതുമായിട്ട് മാറി മാറി ഉത്തരവാദിത്തമുണ്ട്. അതെ, പിന്നെ തീർച്ചയായും. അപ്പം ഈ പറഞ്ഞ പോലെ രണ്ട് മുന്നണികളിലും ഒരുപോലെ ഇതിന് ഉത്തരവാദിത്തം ഉണ്ട്. അവർക്ക് ആർക്കും ഇതിൽ നിന്ന് എന്താ പറയുക കൈയടിക്കുക ഒഴിയാൻ പറ്റാത്തൊരു സാധനമാണ്. ആ സമയത്താണ് VD സതീശനെ പോലത്തെ ഒരു നേതാവ് മുഖ്യമന്ത്രിയാവുന്നു. മാത്രമല്ല ആഭ്യന്തരമന്ത്രിയും ആ കാര്യത്തിൽ നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ പോലീസിനെ കൃത്യമായിട്ട് അവിടെ വിയോഗിച്ചു, പോലീസിനോട് പുറകോട്ട് പോകാൻ പറയുന്നു, കോടതിയിൽ കേസ് വീണ്ടും പെറ്റീഷൻ കൊടുക്കുന്നു, ആഭ്യന്തര വകുപ്പ് ഇടപെട്ടിട്ട് എന്താ പറയുക സംസ്ഥാനത്തിന് കുറച്ചുകൂടി സമയം വേണം, എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഇപ്പോൾ ഭരണത്തിൽ കയറിയിട്ടുള്ളൂ, വീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കത്ത് കൊടുക്കുന്നു. അപ്പം എന്തായാലും ആ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ഇടപെടാനും അതേപോലെ തന്നെ ജനങ്ങളെ ആ വിഷയത്തിൽ അവരെ വിശ്വാസത്തിലെടുക്കാനും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനും UDF നും പറ്റി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല ഒരു മന്ത്രിയെ പോലെ നേരിട്ടവിട്ട് ഡിപ്ലോയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യമാണ് ഇത് ചെയ്തത്. അല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഒരു വിഷയം തീർക്കണമെന്ന ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ, നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രാഷ്ട്രീയക്കാരുടെ ഒരു പ്രസക്തിയും പ്രാധാന്യം എന്താണ്? പ്രശ്നങ്ങളിൽ രമ്യമായ പരിഹാരം കണ്ടെത്തുക. ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീതിയുക്തമായ ന്യായയുക്തമായ, ആരൊക്കെ തമ്മിലാണ് പ്രശ്നം, ഇവരെ ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തി പറഞ്ഞ് രമ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുക. അതാണ് അവരുടെ ഉദ്ദേശം. അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ്? അപ്പോൾ അവിടെ 7 കുടുംബങ്ങൾക്ക് നിലവിൽ കുടിയേറി പാർക്കുന്നു എന്നുള്ള വസ്തുത നിയമപരമായി അവരാ കുടിയേറി പാർക്കുന്നതാണ്, അനധികൃത കുടിയേറ്റക്കാർ തന്നെയാണ് അവർ. പക്ഷേ അത് ഭൂമിയുടെ നിയമപരമായ അവകാശമാണ് സ്ഥല ഉടമയ്ക്കുള്ളത്. മറ്റേതാവട്ടെ മനുഷ്യത്വപരമായ അവർക്ക് സാമൂഹ്യനീതി അവർക്ക് വേണ്ടേ? കഴിഞ്ഞ 60 വർഷം അവരവിടെ താമസിക്കുന്നു. അപ്പോൾ അവർക്ക് മറ്റു ഭൂമികളില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു ചുറ്റുപാടും ഇല്ല, വീടില്ല, ഒരു അത്യാവശ്യം തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഒത്തുതീർപ്പിലുണ്ടായ നേട്ടങ്ങൾ എടുത്തു പറയാണ്ട് പറ്റില്ല. 5 സെൻറ്റ് ഭൂമി വീതം ഇവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന പരിസരത്ത് 5 സെൻറ്റ് ഭൂമി കൊടുക്കുന്നു. ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അവർക്ക് പണിയുന്ന വീട് പൂർത്തിയാകാതെ അവരെ കുടിയിറക്കി വിടാൻ പാടില്ല. മാത്രമല്ല അവരിപ്പോൾ അധിവസിക്കുന്ന സ്ഥലത്തുള്ള അത്യാവശ്യം മരങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വീട് പണിക്കൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിൽ എടുക്കാൻ പറ്റിയ മരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയെടുക്കാം. പുതിയ വീട് വയ്ക്കുന്ന സ്ഥലത്തേക്ക് ഉള്ള റോഡ് സമ്പൂർണ്ണമായ ഗതാഗത സൗകര്യമുള്ളൊരു റോഡ് കൊടുക്കാൻ വേണ്ടി, ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി പഴയ ഭൂമുടമ, അതായത് ഇപ്പോൾ അവർ കുടിയേറി താമസിച്ചിരിക്കുന്ന ഭൂമിയിലെ ഭൂമുടമ സമ്മതിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2 കൂട്ടർക്കും മുൻപോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാവുന്ന സ്വീകാര്യമായൊരു തീരുമാനത്തിലേക്ക് കേവലം 30 ദിവസം മാത്രം പ്രായമായൊരു സർക്കാരിന് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടുവായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിപ്പം ഇത്ര 60 വർഷം നീണ്ടു നിന്ന ഈ ഒരു കേസ് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് സതീശൻ നേരിട്ടു. ഇനി സതീശന് മുമ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ അടുത്തൊരു ഉത്തരവാദിത്വം മുനമ്പം വഖഫ് ഭൂമിയാണ്. അത് ഈ പറഞ്ഞ പോലെ കാലാകാലം അവിടെ താമസിക്കുന്ന കൂട്ടർ അവരാ പോലും അറിഞ്ഞിട്ടില്ല അത് ഈ പറഞ്ഞ പോലെ വഖഫാണ് എന്നുള്ളത്. ഇപ്പോൾ വഖഫാണ് എന്നുള്ളത് ഫറൂഖ് ഭൂമിയുടെ കാര്യത്തിൽ ഫറൂഖ് പോലും അത് അറിഞ്ഞിട്ടില്ല, പിന്നീടാണ് ഈ സംഭവം വരെ അറിയുന്നത്. അപ്പോൾ എന്തായാലും ആ വിഷയത്തിൽ ഇവരെ എങ്ങനെ നേരിടും എന്നുള്ളത് വലിയൊരു എന്താ പറയുക വെല്ലുവിളി നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. കാരണം അതിൻ്റെ ഇപ്പോൾ നേരത്തെ ഒരു ക്രയവിക്രയാവകാശം പാടില്ല എന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് വന്നതും ഇപ്പോൾ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു പ്രസക്തമായ പ്രസ്താവനയായിരുന്നു. അത് ഒരു മേശയ്ക്ക് ഇരുവശത്ത് ഇരുന്ന് സംസാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു
പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് അന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വഖഫ് ബോർഡിൻ്റെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വഖഫ് നൽകിയിട്ടാണെങ്കിൽ അത് പിന്നെ അതിൻ്റെ നിയമപ്രശ്നങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് ഏത് തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മതത്തെ നിഷേധിച്ചുകൊണ്ടൊന്നും സംസാരിക്കുകയല്ല. ഈ എല്ലാ നീതിയും നിയമങ്ങളും എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കും അധിവാസത്തിനും യോജിച്ച രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ആ നീതിശാസ്ത്രങ്ങളെ തിരുത്തി കുറിക്കണം. അതിപ്പോൾ ഹിന്ദുവിൻ്റെ എന്നോ ക്രിസ്ത്യൻ്റെ എന്നോ മുസ്ലിമിൻ്റെ എന്നോ യാതൊരു വ്യത്യാസമില്ല. മനുഷ്യനെ അധിവസിക്കാനുള്ള അല്ലെങ്കിൽ മനുഷ്യരെ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു ദിവസം നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമാണ് അവിടെ നമുക്ക് വിലങ്ങുതടിയായിട്ടുള്ളത്. രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ അവിടെ സൈനിക നീക്കം നടക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റാവുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ തീർത്തും അവിടെ അധിവസിക്കുന്ന മനുഷ്യരുടെ വൈകാരികമായ അധിവസിക്കാനുള്ള ആ ഒരു വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ഏത് മതമായാലും നടപടി കൈക്കൊള്ളേണ്ടത്. ഇപ്പോൾ വഖഫിനെ ഒരു കാരണവശാലും നമ്മൾ വഖഫ് നിയമങ്ങൾ നമ്മൾ നിഷേധിക്കുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് എന്താണെന്നുള്ളത് വഖഫ് നിയമം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നത് വ്യക്തിപരമായി, അതിപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഒരു കുടുംബങ്ങൾ അവിടെ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്ന് പറയുമ്പോൾ അത് ഏത് നീതിശാസ്ത്രത്തിൻ്റെ പേരിലായാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടി അനുകൂലമായ സ്വീകാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സതീശന് ഈ ഇതിൽ നേരിട്ട ഏറ്റവും വലിയ ഈ ഉന്നതിയിൽ നേരിട്ട ഏറ്റവും വലിയ ഒരു ഭാഗത്ത് സുപ്രീം കോടതി, മറുവശത്ത് ജനങ്ങൾ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഗവൺമെൻറ് പെട്ടുപോയത്. അപ്പം കോടതി പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ എതിരാവും, ജനങ്ങൾ പറഞ്ഞത് കേട്ട് കോടതിക്ക് എതിരാവും. വിഷയം വഷളാക്കാൻ പ്രതിപക്ഷം നിര. അതെ. അപ്പം ഇത്ര അത്രയും എന്താ പറയുക ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചെറിയൊരിത് വന്നാൽ മതി, പാളിച്ച് വന്നാൽ മതി, എല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയാണ്. അതിനെ രമ്യമായി പരിഹരിച്ചു എന്നുള്ളൊരു സാധനമാണ്. അപ്പുറത്ത് വരുമ്പോൾ ഒരു വിഭാഗത്ത് എന്താ പറയുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി താമസിക്കുന്ന ജനങ്ങളും മറുവിഭാഗത്ത് നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകളാണ്. അതെ, മറുവിഭാഗത്ത് ഒരു മതവും വരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കൈകൊള്ളുന്ന ഒരു വിഷയമാണ്. ഭയങ്കര സെൻസിറ്റീവായ, ഭയങ്കര ഐസൊലേറ്റ് ആയി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം അതും ഈ പറഞ്ഞ പോലെ എത്ര രമ്യതയോടെ സതീശന് നേരിടാൻ പറ്റും എന്നുള്ളത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. സതീശൻ്റെ സർക്കാരും ഈ വിഷയത്തിൽ, ഉന്നതി വിഷയത്തിൽ നേരിട്ട പോലെ അതിരമ്യമായി തന്നെ വരും വിഷയങ്ങളിൽ മറ്റേ മുനമ്പം വിഷയത്തിൽ എത്രത്തോളം രമ്യതയോടെ നേരിടാൻ പറ്റും എന്നുള്ളത് എന്തായാലും അവിടെ. അപ്പോൾ അത് തീർച്ചയായും അവിടെ എനിക്ക് ഓർമ്മ വരുന്നത്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വയലാറുപാടി പോലെ ആ മനുഷ്യന് വേണ്ടി ആയിരിക്കണതല്ല, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം. മനുഷ്യനെ നിരാശിച്ചുകൊണ്ട്, അവനെ നിഷേധിച്ചുകൊണ്ട് ഏതെങ്കിലും നിയമങ്ങളും അല്ലെങ്കിൽ നീതിശാസ്ത്രങ്ങളൊക്കെ അവൻ്റെ മുകളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ നീതിശാസ്ത്രങ്ങളെ തിരുത്തി കുറിക്കേണ്ടതാണെങ്കിൽ തിരുത്തി കുറിക്കുക തന്നെ വേണം.